ഈ അടുത്ത് കണ്ട ഒരു മലയാള സിനിമയിൽ മലയാള ഫിലിം മൂവി പ്രൊഡക്ഷനെ കുറിച്ച് വളരെ അപകടകരമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അതായത് ഇവിടെ ഉണ്ടാക്കപ്പെടുന്ന പകുതിയിലധികം സിനിമകൾ ഉണ്ടാക്കുന്നത് പ്രൊഡ്യൂസറുടെ മറ്റ് ബിസിനസ്സുകളിലെ നഷ്ടം കുറച്ച് കാണിക്കാനാണ്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ എന്താ പറയുക, അത്ഭുതം തോന്നി. ലൈക്ക് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത്. മേ ബി ഐ തോട്ട് ഇറ്റ് വാസ് ഇൻറ്റൻറ്റഡ് ആസ് എ സ്പൂഫ്. പക്ഷേ എനിക്ക് തോന്നുന്നു പ്രേക്ഷകർ അത് ഒരു സ്പൂഫായിട്ടല്ല എടുത്തത്. അപ്പോൾ ഇറ്റ് വാസ് വൈഡ്ലി സർക്കുലേറ്റഡ് ആൻഡ് വൈഡ്ലി ബിലീവ്ഡ്. ഇപ്പോഴും അങ്ങനെയാണ് ഒരുപാട് സിനിമകൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആസ് എ പേഴ്സൺ ഹു ഹാസ് പ്രൊഡ്യൂസ് 13 ഫിലിംസ്, ഡിസ്ട്രിബ്യൂട്ടഡ് 6 or 7 ഫിലിംസ്, യു ഹവ് ഡൺ ഇൻ്റർനാഷണൽ ഡിസ്ട്രിബ്യൂഷൻ ഓവർസീസ്, ഇതെല്ലാം ചെയ്തൊരാളെന്ന രീതിയിൽ ഒരു 10-15 വർഷമായിട്ട് വി ഹാവ് സീൻ ദ ഇൻഡസ്ട്രി ഫ്രം അപ്പ് ക്ലോസ്. സോ അതിനെക്കുറിച്ച് നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അപ്ലൈ സം കോമൺ സെൻസ്. ഒരാൾ അയാളുടെ മറ്റൊരു ബിസിനസ്സിലെ നഷ്ടം കുറച്ച് കാണിക്കാൻ എന്തിന് ഒരു സിനിമ നിർമ്മിക്കണം? അല്ലെങ്കിൽ അങ്ങനെ നിർമ്മിക്കുന്ന എത്ര പ്രൊഡ്യൂസേഴ്സ് ഇവിടെ ഉണ്ട് നമുക്ക് കണക്കെടുക്കാമല്ലോ. ഇപ്പോൾ നമ്മൾ കേരളത്തിലെ ഒരു 100 ഏറ്റവും പൈസയുള്ള ആൾക്കാർ എടുത്തു കഴിഞ്ഞാൽ അവരിൽ ഒരുപക്ഷെ ഒരാളായിരിക്കാം ഫിലിം പ്രൊഡക്ഷനിലുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് ഓൾസോ ബിക്കോസ് മേ ബി ഹി ലൈക്സ് ഫിലിംസ്, ഹി വാണ്ടഡ് ടു ബി എൻ ആക്ടർ എന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിങ്ങനെ ഇത്ര എളുപ്പത്തിൽ നമുക്ക് ടാക്സ് ലാഭിക്കാവുന്ന ഒരു കാര്യമാണെങ്കിൽ വളരെ ബുദ്ധിമാന്മാരായ ബിസിനസ്സുകാർക്ക് എല്ലാവർക്കും ചെയ്തുകൂടെ? പക്ഷേ ദാറ്റ് ഇൻടേൺ ആക്ച്വലി എന്താ പറയുക, അവർക്കൊരു ഭയങ്കര ഡിസഡ്വാൻറ്റേജ് അല്ലേ? ഇപ്പോൾ ഒരു നല്ലൊരു ബിസിനസ് ചെയ്യുന്ന ഒരാൾ ആലോചിച്ച് നോക്കും. അപ്പോൾ അയാളുടെ ബ്രാൻഡിനൊരു പേരുണ്ട്, അയാൾ വന്ന് മനഃപൂർവ്വം കുറച്ച് ടാക്സ് ലാഭിക്കാൻ വേണ്ടിയിട്ട് ഒരു വളരെ മോശപ്പെട്ട സിനിമ ചെയ്ത് കഴിഞ്ഞാൽ, ഒരു സിനിമ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ഇറ്റ്സ് എ പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റ്. ഒരു ബിസിനസ്സിൽ നമ്മൾ പരാജയം പലപ്പോഴും അറിഞ്ഞെന്ന് വരില്ല, ഒരുപാട് കാലം കഴിഞ്ഞിട്ടേ അറിയുള്ളൂ. ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അറിയാം അയാൾ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തു, എന്തൊരു മോശം സിനിമയാണ്. പൈസ കൊടുത്ത് ടിക്കറ്റ് എടുത്ത എല്ലാ പ്രേക്ഷകരും അയാൾ ചീത്ത പറയും. അയാളുടെ ബിസിനസ്സിന് എങ്ങനെയാണത് ഗുണകരമായിട്ട് ബാധിക്കുന്നത്? അപ്പോൾ എങ്ങനെയാണതൊരു സെൻസിബിൾ ഡിസിഷൻ ആവുന്നത്? സോ ഐ തിങ്ക് ദർ ഇസ് ലോട്ട് ഓഫ് കൺഫ്യൂഷൻസ് റിഗാർഡിങ് film production, like how it is done, how it should be done, etc. etc. So the purpose of this vlog is my 2 cents on whatever experiences I had and what I look upon as being a smart producer. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും എൻ്റെ അഭിപ്രായങ്ങളാണ്. ഇതിനകത്ത് അങ്ങനെ കൃത്യമായ ശരിതെറ്റുകളൊന്നുമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ സമീപകാല മലയാള സിനിമ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ ഒരു സ്മാർട്ട് പ്രൊഡ്യൂസർ എന്താണെന്നുള്ളതിന്, വാട്ട് ഈസ് എ ഗുഡ് മോഡൽ ടു പ്രൊഡ്യൂസ് സ്മാർട്ട് ഫിലിംസ് എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ലൊരു ഉദാഹരണം എനിക്ക് തോന്നുന്നു മോഹിനിയാട്ടമാണ്. കുറച്ച് മാസം മുമ്പ് റിലീസ് ചെയ്തൊരു സിനിമ. അപ്പോൾ അതിൻ്റെ ക്രിയേറ്റേഴ്സും അതിൻ്റെ ആക്ടേഴ്സും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് ദ സോൾ റീസൺ ആ സിനിമ ഉണ്ടാവാനുള്ള ഒരേ ഒരു കാരണം അതിൻ്റെ പ്രൊഡ്യൂസറായിരുന്ന സൈജുവിൻ്റെ പ്രൊഡ്യൂസറായിരുന്ന എന്താ പറയുന്നത്, നമുക്ക് പ്രൊഡ്യൂസറുടെ പേര് പോലും നമുക്ക് ഓർമ്മ വരുന്നില്ല. ദ പേഴ്സൺ ഹു ക്രിയേറ്റഡ് ഓൾ ദീസ് തിങ്സ്, അതാണ് ഒരു പ്രൊഡ്യൂസറുടെ എപ്പോഴും എന്താ പറയുക ഒരു കഷ്ടപ്പാടും എന്നാണ് എനിക്ക് തോന്നുന്നത് സിനിമയിൽ. തോമസ് തിരുവല്ല, എനിക്ക് അദ്ദേഹത്തിന് പേഴ്സണൽ പരിചയമില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ദാറ്റ് പേഴ്സൺ ഈസ് എക്സ്ട്രീംലി സ്മാർട്ട് ബിസിനസ് മാൻ. അയാളുടെ ബിസിനസ് ഐഡിയ ആണ് ആ ഫിലിം എന്ന് പറയുന്നത്. ലൈക്ക് ഒരു ഫസ്റ്റ് പാർട്ട് ഡിഡ് നോട്ട് വർക്ക്, അപ്പോൾ അത് OTT കുറച്ച് വർക്കായി. ദെൻ ഹി കൺസീവ്ഡ് എ പ്രോജക്റ്റ് വേർ ആ ക്യാരക്ടേഴ്സിന് ആൾക്കാർക്ക് ഇഷ്ടമാണ് എന്നുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പ്രോജക്റ്റ് ഒരു പുതിയ ജോണിൽ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആവാം. ആൻഡ് ദി അറ്റംപ്റ്റഡ് ദ ഫിലിം റീസണബിളി വെൽ ഇൻ എ ഡീസൻറ്റ് ബഡ്ജറ്റ്. എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് മലയാള സിനിമയിൽ വന്നിട്ടുള്ളതിൽ വെച്ചിട്ട് ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള സിനിമ അതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈവൺ അതിൻ്റെ മാർക്കറ്റിംഗ് ഇൻ്റർവ്യൂസ് പോലും വളരെ ഹോണസ്റ്റ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത്. അതിൻ്റെ ഡയറക്ടർ പറയുന്നത്, ഞാൻ കഴിഞ്ഞ സിനിമ കാണാൻ പോയപ്പോൾ ഷോ നടന്നില്ല, അങ്ങനെ ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല മുമ്പ്. അല്ലെങ്കിൽ സൈജു പറയുന്നു ഇതും കൂടെ പരാജയപ്പെട്ടാൽ ഇനി ഞാൻ പ്രൊഡക്ഷനിലില്ല. അപ്പോൾ ദിസ് വർ വെരി ഹോണസ്റ്റ്. അപ്പോൾ അത് നമുക്ക് അപൂർവമായിട്ടേ കാണാറുള്ളൂ. ആൻഡ് ഐ തിങ്ക് ഓഡിയൻസ് ഇമ്മീഡിയറ്റ്ലി അണ്ടർസ്റ്റാൻഡ്സ് ഹോണസ്റ്റി ആൻഡ് കണക്ട് വിത്ത് ഹോണസ്റ്റി. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു നല്ല എക്സാമ്പിളാണ്. ലൈക്ക് എനിക്ക് തോന്നുന്നു ഒരു കറണ്ട് ലുക്കിംഗ് ഫ്രം എ പ്രൊഡ്യൂസേഴ്സ് പോയിൻ്റ് ഓഫ് വ്യൂ. ഇപ്പോൾ നമുക്ക് നോക്കാം, ഒരാൾ പുതിയതായിട്ടൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വരികയാണ്. ഇപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ ഞാൻ ചെയ്തിട്ടുള്ള 13 ഫിലിംസും ആൻഡ് ഐ ആം ആക്ച്വലി എ ലക്കി പ്രൊഡ്യൂസർ എന്ന് തന്നെ പറയേണ്ടി വരും. ലൈക്ക് ലോട്ട് ഓഫ് അതർ തിങ്സ്. അതിൻ്റെ കഥ ഞാൻ പിന്നീട് പറയാം, ഇറ്റ് ഇസ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് എനിവേ. അപ്പോൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫിലിംസിൽ എല്ലാ ഫിലിംസും
ഹാസ് ബീൻ കോ പ്രൊഡക്ഷൻ വിത്ത് ദ സ്റ്റാർസ്. അപ്പോൾ ആദ്യത്തെ സിനിമ മോളി ആൻഡ് റോക്സ് പൃഥ്വിരാജിൻ്റെ കൂടെയാണ് കോ പ്രൊഡക്ഷൻ ആയിരുന്നു. രണ്ടാമത്തെ സിനിമ പുണ്യാള ഗർഭത്തിൽ ജയസൂര്യയുടെ കൂടെയായിരുന്നു. മൂന്നാമത്തെ സിനിമ വർഷം മമ്മൂക്കയുടെ കൂടെയായിരുന്നു. ലൈക്ക് അപ്പോൾ അവസാനത്തെ സിനിമ ജയ ഗണേഷ് ഉണ്ണിയുടെ കൂടെയായിരുന്നു. ആൻഡ് ഓൾ ദ ഫിലിംസ് ദ ബിസിനസ് മോഡൽ വാസ് സോ ഗുഡ് ദാറ്റ് അത് നമ്മുടെ ബുദ്ധിമുട്ടുണ്ടായതൊന്നുമല്ല, അതറിയാതെ ഉണ്ടായി വന്നതാണ്. ഇറ്റ് ഈസ് ലൈക്ക് ഇപ്പം ആസ് എ റൈറ്റർ ഡയറക്ടർ ഞാനും ആസ് എ സ്റ്റാർ ആക്ടറും അവർ റെമ്യൂണറേഷൻ എടുക്കാതെ നമ്മൾ തേർഡ് ഇൻവെസ്റ്ററെ നോക്കാതെ വി ഇൻവെസ്റ്റ് മണി ഇൻ ടു എ ഫിലിം വിച്ച് വി ബിലീവ് ഇൻ. ആൻഡ് അപ്പോൾ ആ മോഡലിൽ നമുക്കൊരു ഫിസിക്കൽ മണി നഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ബിക്കോസ് നമുക്ക് എന്തെങ്കിലും രീതിയിൽ ബിസിനസ്സുകളെല്ലാം നടക്കും. ഒരു വലിയ ചങ്ക് ഓഫ് റെമ്യൂണറേഷൻ അല്ലെങ്കിൽ നമുക്ക് വരേണ്ട റെമ്യൂണറേഷൻ നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ എന്നോട് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, ഇത് എങ്ങനെ കൺസിസ്റ്റൻ്റ്ലി നിങ്ങൾക്ക് ഇത്രയും വർഷമായിട്ട് ഇത്രയും സിനിമകളിലൂടെ ചെയ്യാൻ പറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും പറയാനുള്ളൊരു മറുപടി ഇറ്റ് ഈസ് ജസ്റ്റ് ആ സിനിമ ഉണ്ടാക്കാൻ എനിക്കും ആ താരത്തിനും ആ സമയത്ത് ഉണ്ടായിരുന്നൊരു ആഗ്രഹമാണ്. അത് മാത്രമാണ് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത്. ഞാൻ കഴിഞ്ഞ വ്ളോഗ് ചെയ്തപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ദാറ്റ് ഇസ് ഒരുപാട് പേർക്ക് തോന്നിയിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു ഇറ്റ് ഇസ് എഗെയിൻ സ്റ്റാർസ് എന്നുള്ളത്. ഒരിക്കലുമല്ല. ഞാൻ ഈ 13 സിനിമയും ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളുടെ കൂടെയാണ് നമ്മൾ കോ പ്രൊഡ്യൂസ് ചെയ്തത്. സോ വി നോ ദ പേഴ്സൺ ക്ലോസർ ദാൻ എൻ ആക്ടർ ഓർ എ സ്റ്റാർ വെൻ ഹി ഈസ് എ കോ പ്രൊഡ്യൂസർ. ആൻഡ് ഐ ഫീൽ ദേ ആർ ഓൾ ഫെൻറ്റാസ്റ്റിക് ഹ്യൂമൻ ബീങ്സ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇത്രയും കാലം ഇത് ചെയ്ത് നിലനിൽക്കാൻ സാധിക്കുള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് അവർക്ക് അവരുടേതായ രീതിയിൽ പ്രയോറിറ്റീസും കാര്യങ്ങളും ഉണ്ടാകും. അപ്പം അവർക്ക് നമ്മളെ വേണമെങ്കിൽ വി ആർ ദർ. പക്ഷേ അവരുടെ പ്രയോറിറ്റീസ് വേറെയാണെങ്കിൽ ദെൻ വൈ ഷുഡ് ബി ചേസ് ദം? അപ്പോൾ നമുക്ക് നമ്മുടേതായ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാമല്ലോ ഒരു ഫിലിം മേക്കർക്ക് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. എനിവേ, ഔട്ട് ഓഫ് ടോപ്പിക്. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ പുതിയതായിട്ട് ഇപ്പോൾ സിനിമയിലേക്ക് വരികയാണെങ്കിൽ വോണ്ട്സ് ടു മേക്ക് എ ഫിലിം. സോ 2 കാര്യങ്ങളാണ് അയാൾക്ക് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ടത്. ഒന്ന്, ആവശ്യത്തിൽ കൂടുതൽ പണം. അപ്പോൾ എന്നോട് ഇവിടെയുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡ്യൂസേഴ്സ് പലരും പറയും, എൻ്റെ കൂടെ 5 മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞാൽ പടം പിടിക്കാമെന്ന ആൾ നിർത്തിയിട്ട് പോകും എന്ന് പറയുന്നത്. അപ്പോൾ അത് ആക്ച്വലി പിന്തിരിപ്പിക്കലല്ല, ഇറ്റ് ഈസ് ആക്ച്വലി ലെറ്റിംഗ് ദം നോ ഓഫ് ദ റിയാലിറ്റീസ്. അപ്പം ഏറ്റവും ആദ്യത്തെ 2 കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒന്ന്, ആവശ്യത്തിന് പണം. ആൻഡ് ഐ ഹവ് ഓൾവേസ് ഇക്വേറ്റഡ് ഇറ്റ് വിത്ത് 5% ഓഫ് ഹിസ് ടോട്ടൽ നെറ്റ് വർത്ത്. അതായത് ഒരാൾക്കൊരു 100 കോടിയുടെ ഒരു നെറ്റ് വർത്ത് ഉണ്ടെങ്കിൽ അയാൾക്ക് 5 കോടിക്ക് ഒരു സിനിമ പിടിക്കാവുന്നേ ഉള്ളൂ. അത് ഇറ്റ്സ് ഓക്കെ, അയാൾ വലുതായിട്ടൊന്നും ബാധിക്കില്ല. ഒരാളുടെ ഇപ്പോൾ 2 കോടി ഉള്ളൂവെങ്കിൽ അയാൾ കടം വാങ്ങിച്ച് 5 കോടിക്ക് സിനിമ ചെയ്യുകയാണെങ്കിൽ അത് അയാളുടെ ജീവിതം ഒരുപക്ഷെ വളരെ ബുദ്ധിമുട്ടിലായിപ്പോൾ. കാരണം ഇത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ സക്സസ് റേറ്റ് വളരെ കുറവുള്ള ലെസ് ദാൻ 10%, സംടൈംസ് ലെസ് ദാൻ 5% ഉള്ളൊരു ഇൻഡസ്ട്രിയാണ്. അപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു ഗ്യാരണ്ടിയോ ഒരു കാര്യമോ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യമായിട്ട് വേണ്ടത് പണം, രണ്ടാമത് വേണ്ടത് ഇതിനുള്ള താല്പര്യം. ഒരുപാട് ഇന്നും രാവിലെ എനിക്കൊരാളൊരു മെസ്സേജ് അയച്ചിരുന്നു, അയാളുടെ കുറച്ച് പൈസയുണ്ട്, അപ്പോൾ അയാൾക്കൊരു പ്രൊഡ്യൂസർ എന്ന പേരിൽ അയാൾക്കൊരു സിനിമയുടെ ഭാഗമായി കാണണം, ആ പൈസ പോയാൽ അയാൾക്ക് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ അയാൾക്ക് തിരിച്ച് മറുപടി അയച്ചത്, ആ പൈസ ഉപയോഗിച്ച് നിങ്ങൾ ആദ്യം തന്നെ ഒരു വിദേശത്തേക്ക് കുടുംബമായിട്ടൊന്ന് യാത്ര ചെയ്യൂ, അതായിരിക്കും കൂടുതൽ മെച്ചം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും, ലൈക്ക് ദേ വോണ്ട് ടു ബി അസോസിയേറ്റഡ് വിത്ത് ഫിലിംസ് ആസ് എ പ്രൊഡ്യൂസർ. ഇപ്പോൾ ഇതുപോലെ തന്നെ ഇന്നലെ ഞാൻ സംസാരിക്കുകയായിരുന്നു, ബോംബെയിലുള്ള എൻ്റെ ഒരു സുഹൃത്തുണ്ട്, പുള്ളി 10-20 വർഷമായിട്ട് സിനിമയിലാണ്. അപ്പോൾ ഈ വാണ്ട്സ് ടു ബി എ പ്രൊഡ്യൂസർ. അതെന്താണ്, അങ്ങനെയും പാഷനുള്ള ആൾക്കാരുണ്ട്. ഇപ്പോൾ ഡയറക്ടർ ആവുക എന്നുള്ളത് മാത്രമല്ല, അവരോട് പണം ഉണ്ടായിട്ടല്ല. ആൻഡ് ഈ സ്റ്റിൽ ഇൻ ദിസ് എന്ന് പറയുമ്പോൾ ഞാൻ പുള്ളിയോട് പറയായിരുന്നു, യു ഹാവ് ടു റീതിങ്ക്. ലൈക്ക് ഒരുപാട് സ്ട്രഗിളാണ് വെൻ വി ആർ വർക്കിംഗ് ഇൻ എ വെരി ലോ മാർജിൻ ബിസിനസ് എക്സെട്ര എക്സെട്ര. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു പ്രൊഡ്യൂസർക്ക് ആദ്യം പണവും ആഗ്രഹവും ഉണ്ടായിക്കഴിഞ്ഞാൽ മൂന്നാമത് അയാൾ നോക്കേണ്ടത് ആരുടെ കൂടെ ഈ സിനിമ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ പുതിയ ആൾക്കാർ ഡെഫിനറ്റ്ലി ഉണ്ടാവും, പഴയ ആൾക്കാരുണ്ടാവും. രണ്ടാണെങ്കിലും ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യത്തിൽ ഉള്ളൊരു കാര്യമാണ്, ഒരു ബഡ്ജറ്റിലൊരു സിനിമ ഉണ്ടാക്കാൻ അറിയാവുന്ന, താല്പര്യമുള്ള, ആഗ്രഹമുള്ള ഒരു ഫിലിം മേക്കറെ ആയിരിക്കണം നിങ്ങൾ തീർച്ചയായിട്ടും കണ്ടെത്തേണ്ടത്. ബഡ്ജറ്റിലൊരു സിനിമ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പൈസ കുറച്ച് സിനിമ ഉണ്ടാക്കുക എന്നുള്ളതല്ല. ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു ബഡ്ജറ്റുണ്ട്. ഒരു സ്ക്രിപ്റ്റിന് ചിലപ്പോൾ 5 കോടിയായിരിക്കും ബഡ്ജറ്റ്, ചിലപ്പോൾ 1 കോടിയായിരിക്കും, ചിലപ്പോൾ 20 കോടിയായിരിക്കും. വാട്ട് എവർ ബി ദ ബഡ്ജറ്റ്, ആ ബഡ്ജറ്റിൽ അത് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫിലിം മേക്കർ. അല്ലാതെ നമ്മൾ 10 കോടി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഇത് 30 കോടിയിൽ എത്തിച്ചേരുന്ന അവസ്ഥയിലാവരുത്. അപ്പം അത് നമുക്ക് ബൈ എക്സ്പീരിയൻസ് ആൻഡ് കുറച്ച് റിസർച്ച് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. രണ്ടാമത് നമുക്ക് നോക്കാൻ സാധിക്കുന്ന കാര്യം, എന്ത് തരത്തിലുള്ളൊരു സിനിമയാണ് ഇപ്പോൾ നമുക്ക് ചെയ്യാൻ സാധിക്കാവുന്നത്. ഇപ്പോഴത്തെ മാർക്കറ്റ് കണ്ടീഷൻ എക്സെട്ര ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ അതിൻ്റെ ഉള്ളിലും ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളത്, എനിക്കിപ്പോഴും അറിയില്ല, ഐ ഡോണ്ട് നോ ഹൗ ടു ഡിസ്റ്റിങ്വിഷ് മൈ സെൽഫ് ആസ് എ പ്രൊഡ്യൂസർ ആൻഡ് ഡയറക്ടർ എന്നുള്ളതുകൊണ്ട് എൻ്റെ ചിന്ത എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും ആലോചിക്കാറുള്ളത്, വാട്ട് ഈസ് ദർ ഇൻ ദ മാർക്കറ്റ് റൈറ്റ് നൗ, അതല്ലാത്തൊരു സിനിമ എങ്ങനെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം എന്നാണ് ഞാൻ ആലോചിക്കാറുള്ളത്. പുണ്യാൾ നഗർ ബത്തീസ് ചെയ്യുമ്പോൾ അങ്ങനൊരു ഇന്നസെൻ്റ് ആയിട്ടുള്ളൊരു കോമഡി ഒന്നും മലയാള സിനിമയിലില്ല. അപ്പോൾ എന്നോട് എല്ലാവരും പറഞ്ഞത് ഭയങ്കര ആത്മഹത്യാപരമാണ്.
അപ്പോൾ കുറച്ച് എരിവും പുളിയൊക്കെയുള്ള തമാശയാണ് അവിടെ വർക്കാവുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയായിരിക്കാം, പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇത് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കോമഡി സിനിമ ഇതാണെന്നാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ വർഷം ചെയ്തപ്പോഴും എനിക്ക് തോന്നുന്നു ഒരു 10-20 വർഷത്തിന് ശേഷമാണ് ഒരു വലിയ ട്രാജഡി വരുന്നത് സിനിമയിൽ. ഇറ്റ് ഓൾസോ വർക്ക്ഡ്. പ്രേതം ചെയ്യുമ്പോൾ സുധി വാൽമീകി, അതെല്ലാം ആ എടുക്കുന്ന സമയത്ത് വളരെ റിസ്കി ആയിട്ടുള്ള ഫിലിംസ് ആയിരുന്നു. മേരിക്കുട്ടി, എല്ലാ സിനിമകളും, ഇപ്പോൾ ഇൻക്ലൂഡിങ് ജയ് ഗണേഷ്. അപ്പോൾ ഞാനെപ്പോഴും അങ്ങനെയാണ് ആലോചിക്കാറുള്ളത്, വാട്ട് ഈസ് നോട്ട് ദർ ആൻഡ് വാട്ട് പീപ്പിൾ മേ ബി റെഡി ടു ഗോ ടു വാച്ച് എ ഫിലിം എന്നുള്ളത്. അപ്പം ആ ജോണർ നിങ്ങൾ കണ്ടെത്താൻ സാധിച്ചാൽ, അല്ലെങ്കിൽ എല്ലാം പോട്ടെ, നിങ്ങൾ ഒരുപാട് പൈസ ചിലവാക്കുകയാണ്, എന്ത് തരത്തിലൊരു സിനിമയാണ് നിങ്ങൾക്ക് കാണാൻ ആഗ്രഹം, അതുണ്ടാക്കാം. അപ്പോൾ പൈസ പോയാലും നമുക്കിഷ്ടമുള്ളൊരു സിനിമ ഉണ്ടാക്കി എന്ന് പറയാമല്ലോ. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ കൃത്യമായി ബഡ്ജറ്റ് ചെയ്യുക, നമ്മുടെ ബഡ്ജറ്റിൽ വരുന്ന ആക്ടേഴ്സ്, ടെക്നീഷ്യനെ കണ്ടെത്തുക. അതിന് ഓഫ് കോഴ്സ് അതിന് പറ്റുന്നൊരു ഡയറക്ടറാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അതെല്ലാം ഫോൾ ഇൻ ലൈനിൽ പോകും. പിന്നെ എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിലുള്ള കഴിയാവുന്ന അത്ര ഇതിലൊരു മിഡിൽ മെന്നെ ഒഴിവാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളൊരു ഹോട്ടൽ റൂം ബുക്ക് ചെയ്യും, ചിലപ്പോൾ നമ്മൾ നേരിട്ട് പോയാൽ 2000 രൂപയ്ക്ക് കിട്ടുന്ന റൂം ചിലപ്പോൾ നമ്മൾ ബഡ്ജറ്റ് ചെയ്യുന്നത് 2500 രൂപയ്ക്കായിരിക്കും. ആൻഡ് ദാറ്റ് വിൽ കം ടു ലാക്സ് നമ്മളൊരു സിനിമ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ അതൊക്കെ അത്തരം സിമ്പിൾ കാര്യങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ്. എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട് വളരെ സ്മാർട്ടായിട്ടുള്ള ബിസിനസ്സുകാർ സിനിമയിൽ വന്ന് തികച്ചും നീവായിട്ട് ബിഹേവ് ചെയ്യുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. കാര്യം പല കാര്യങ്ങളിലും നമ്മൾ സിനിമയാകുമ്പോൾ ഇങ്ങനെയാണ് എന്നൊരു ചിന്തയുണ്ട്. സിനിമയാകുമ്പോൾ അങ്ങനെയല്ല. ഒരു ഹോട്ടൽ റൂം കൊടുക്കുമ്പോൾ, നമ്മളൊരു കല്യാണത്തിന് റൂം എടുത്താലും ഒരു സിനിമ ഷൂട്ട് ചെയ്യാൻ കൊടുത്താലും ഹോട്ടലുകാരെ സംബന്ധിച്ച് സെയിം ബിസിനസ്സാണ്. സോ ആ ബെനിഫിറ്റ് നമുക്ക് കിട്ടേണ്ടതാണ്, ആ റിഡക്ഷൻ നമുക്ക് കിട്ടേണ്ടതാണ്. ഇറ്റ് ഗോസ് ടു എവറിത്തിങ്. ഇപ്പോൾ കോസ്റ്റ്യൂംസ്, ഒരു ആർട്ട് ഓർ മേക്കപ്പ് ആൻഡ് ഏത് സംഭവത്തിലാണെങ്കിലും. അപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ട മേഖലകൾ ഏതാണ്, അതിൽ ആ സിനിമയിൽ കാണുന്ന ഒരു സംഭവത്തിന് വേണ്ടി നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം എന്ന് പറയുമ്പോൾ, സിനിമയിൽ കാണുന്ന സംഭവത്തിന് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ ഏത് റൂമിൽ താമസിക്കുന്നു എന്ന് ആരും കാണില്ല, നമ്മളിന്ന് ഭക്ഷണം കഴിക്കുന്നു എന്ന് ആരും കാണില്ല. പക്ഷെ അങ്ങനെ നമ്മൾ സേവ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഇത് വലിയ ദുരന്തമാവാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ ഒരു പ്രൊഡക്ഷനിൽ പോകുമ്പോൾ ഏറ്റവും ആദ്യം ആലോചിക്കുന്നത്, പ്ലാൻ ചെയ്യുന്ന, ഒരു വീട്ടിൽ നിന്ന് ഒരു സിനിമ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി വരുന്ന ഒരു യൂണിറ്റ് മെമ്പർ മുതൽ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ മുതൽ എല്ലാവർക്കും ആദ്യം അവർ വരുമ്പോൾ അവർക്ക് താമസയോഗ്യമായിട്ടുള്ള ഒരു മുറി അറേഞ്ച് ചെയ്ത് കൊടുക്കുക, അവർക്ക് നല്ല ഭക്ഷണം കൊടുക്കുക. ഇതുകൊണ്ടുണ്ടാകുന്ന ഒരു എക്സ്പെൻസ് എന്ന് പറയുന്നത് പ്രോബ്ലി ഒരു സിനിമയിൽ ഒരു 10 ലക്ഷം രൂപയായിരിക്കാം. അതൊരു ടോട്ടൽ സിനിമയുടെ ബഡ്ജറ്റിൽ അത് കൂടുതലല്ല. പക്ഷേ ആ സിനിമയിൽ അത് ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു പക്ഷേ അതൊരു ടീം വർക്ക് ഉണ്ട്. എനിക്ക് പലപ്പോഴും അനുഭവമുണ്ട്. ചിലപ്പോൾ നമുക്ക് 2-3 ദിവസം നേരത്തെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് തീർക്കാൻ പറ്റും. അതുപോലെ യു റെസ്പെക്റ്റ് ടു ടെക്നീഷ്യൻസ്. ഇപ്പോൾ ഒരു ചീഫ് ടെക്നീഷ്യൻ, അയാൾക്കൊരു നല്ലൊരു ഹോട്ടൽ റൂം വേണമെന്ന് പറഞ്ഞാൽ അത് ബേസിക്കലി യു ആർ റെസ്പെക്റ്റിംഗ് ഹിം എന്നുള്ളതാണ്. അപ്പോൾ അതിനകത്ത് അവിടെ നമ്മൾ അയാളുടെ ബാർഗെയിൻ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഹി ക്യാൻ ഇമ്പോസ് സോ മച്ച് ഓഫ് പല രീതിയിൽ ബഡ്ജറ്റ് നമുക്ക് കൂടാം അതർവൈസ്. അപ്പോൾ ആ രീതിയിലുള്ള കൊച്ചു കാര്യങ്ങൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. പലപ്പോഴും ഞാനിവിടെ കണ്ടിട്ടുള്ളത്, ഒരു ചെറിയ താരങ്ങൾക്ക് പോലും നമ്മൾ ഒരുപാട് പ്രയോറിറ്റീസ് കൊടുക്കുകയും എന്നാൽ ഏറ്റവും ചീഫ് ടെക്നീഷ്യൻസിനെ പോലും നമ്മൾ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുന്ന എന്തോ ഒരു പ്രൊഡക്ഷൻ സിദ്ധാന്തം പലപ്പോഴും കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എന്താ പറയുക, സിനിമയ്ക്ക് ഗുണകരമാവില്ല. എവരിബഡി ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് റെസ്പെക്റ്റ് ആൻഡ് ട്രീറ്റഡ് വെൽ. ആൻഡ് ഷൂട്ടിങ്ങിലാണെങ്കിലും ഞാൻ ട്രൈ ചെയ്യാറുള്ളത്, എനിക്കിപ്പം ഞാൻ എല്ലാം കൂടെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പറ്റാറില്ല. അപ്പോൾ ഞാനിത് ഡെലിഗേറ്റ് ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ അക്കൗണ്ടൻ്റ് ഉണ്ട്, ലൈക്ക് പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ് ഉണ്ട്, ദേ ആർ ഡൂയിങ് ദ പ്രൊഡക്ഷൻ ആക്ച്വലി. ഇപ്പോൾ ഞാനിതിൻ്റെ കണക്കുകൾ പോലും ഒരു പരിധിയിൽ കവിഞ്ഞ് നമുക്ക് നോക്കാൻ നോക്കാറുമില്ല. അപ്പോൾ അതുകൊണ്ട് വലിയ കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് മനുഷ്യരേക്ക് വിശ്വസിക്കാമെന്നുള്ളതാണ്. എംപ്ലോയ് ദ റൈറ്റ് പീപ്പിൾ കുറേയൊക്കെ ആൻഡ് ബിലീവ് ഇൻ ദം. ഇപ്പോൾ പ്രത്യേകിച്ചും എവറിത്തിങ് ഈസ് വൈറ്റ്, എവറിത്തിങ് ഈസ് അക്കൗണ്ടഡ്. അല്ലാതൊരു ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ബ്ലാക്ക് മണി സിറ്റുവേഷനൊന്നും മലയാള സിനിമയിൽ ഇന്ന് നിലനിൽക്കുന്നേ ഇല്ല. ഇനി പണ്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ അന്നും എനിക്കറിയില്ല, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം ദെൻ ആഫ്റ്റർ ദ ഷൂട്ട്, നേരത്തെ പറഞ്ഞ പോലെ ട്രൈ ടു ഗെറ്റ് എ മിനിമൽ ക്രൂ ആൻഡ് ടുവേർഡ്സ് എ പോസ്റ്റ് പ്രൊഡക്ഷൻ. അപ്പോൾ അതിലും സിനിമയ്ക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക ആൻഡ് അണ്ടർസ്റ്റാൻഡ് ദ മീഡിയം ഫസ്റ്റ് ഓഫ് ആൾ. ലൈക്ക് ഇപ്പോൾ ഞാനൊക്കെ വളരെ പണ്ട് കോവിഡിന് മുമ്പ് തന്നെ ഐ യൂസ് ടു ട്രാൻസ്ഫർ മൈ ഡേറ്റ ഓൺലൈൻ. അതിന് ഒരുപാട് സംവിധാനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ മലയാള സിനിമയിലുണ്ടായിരുന്നത് ഒരു ഹാർഡ് ഡിസ്ക് ഉണ്ടാവും, ഹാർഡ് ഡിസ്ക് എടുത്ത് ബോംബെയിൽ കയറ്റി അയക്കുന്നു. ദാറ്റ് വാസ് കൺസിഡേർഡ് ആസ് സെക്യൂർ, വിച്ച് ഐ നെവർ അണ്ടർസ്റ്റുഡ്. ബിക്കോസ് ഐ തിങ്ക് ദിസ് വാസ് മോർ അണ്ടർസ്റ്റുഡ്. നമുക്കൊരു ട്രിപ്പിൾ പാസ്വേഡ് ചെക്ക് കൊടുത്തിട്ട് നമുക്കൊരു ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാം എന്നതുപോലെ. അപ്പോൾ ഒരു സമയത്ത് ചെയ്യേണ്ട, സിനിമയിൽ ഏറ്റവും പ്രധാനം പ്രൊഡക്ഷനിൽ ഇന്ന് ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ചെയ്തില്ലെങ്കിൽ നാളെ ചെയ്യുമ്പോൾ അതിന് 10 ഇരട്ടി പൈസ വരുന്നുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യുമ്പോഴും ആലോചിക്കാറുള്ളത്,
പെട്ടെന്ന് ഇപ്പോൾ ഒരു ഭയങ്കര പാനിക് സിറ്റുവേഷൻ ഉണ്ടായി, ഒരു കാര്യം വിചാരിച്ച പോലെ നടന്നില്ല, വലിയൊരു നഷ്ടം സംഭവിച്ചു. അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയും നമ്മൾ അപ്സെറ്റ് ആവുകയും ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ കൂടുതൽ പണം പോയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് വേറൊരു ഗുണമില്ല. അപ്പം ദ ഇമ്മീഡിയറ്റ് തിങ് ടു ഡു ഇസ് പോയി ഇനി നമുക്ക് എങ്ങനെ അത് കുറയ്ക്കാം. ഇപ്പോൾ ചില വ്യക്തികൾ അവരുടെ ചില മിസ്റ്റേക്ക് കൊണ്ട്, അവർ മനഃപൂർവ്വം അല്ലാതെ ചെയ്ത മിസ്റ്റേക്ക് ആണെങ്കിൽ ചില നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം. നമ്മളൊരിക്കലും അവരെ പറഞ്ഞു വിടാറില്ല, നമ്മൾ അവരെ കൂടെ നിർത്താറേ ഉള്ളൂ. അപ്പോൾ അവർ ഇവഞ്ച്വലി ദേ വിൽ ബി ബെനിഫിഷ്യൽ ടു അസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇറ്റ്സ് അബൌട്ട് പീപ്പിൾ മാനേജ്മെൻറ്റ് ആൻഡ് ഓൾ ദോസ് തിങ്സ്. നിങ്ങൾ മറ്റ് ബിസിനസ്സുകൾ ചെയ്യുമ്പോൾ നിങ്ങൾ കാണിക്കുന്ന ഇൻ്റലിജൻസ് ഇവിടെയും കാണിക്കുക, അത് മാത്രമാണ് ഇതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഫിലിം പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലോട്ടും, പോസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റേജിലും ആ അണ്ടർസ്റ്റാൻഡ് ദ പ്രോസസ് ഓഫ് ഫിലിം, ലൈക്ക് ഹൗ ഇറ്റ് ഹാപ്പൻസ്, ആൻഡ് അതിലും ഉള്ള ടെക്നീഷ്യൻസിനെ റെസ്പെക്റ്റ് ചെയ്യാം. പിന്നോട് മിക്സിലേക്ക് പോകുമ്പോൾ പലരും പറയാറുണ്ട്, ഇങ്ങനെ പ്രൊഡ്യൂസറിൻ്റെ ആൾക്കാർ വന്ന് പുറത്തിങ്ങനെ നിൽക്കുകയാണ്. ദേ നോ ഹൗ ടു ഡു ഇറ്റ് ആൻഡ് ദേ വിൽ ഡു ഇറ്റ്, ദേ ആർ പ്രൊഫഷണൽസ്. പക്ഷേ ഒരാളിങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ മൂഡ് പോവാണ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പം അത്തരം കാര്യങ്ങൾ കഴിയാവുന്നത്ര ഒഴിവാക്കുക, ആൾക്കാരെ വിശ്വസിക്കുക. ദീസ് പീപ്പിൾ ആർ ഗുഡ്, ആൻഡ് നമ്മൾ ആദ്യം കറക്റ്റ് ആൾക്കാരെ മനസ്സിലാക്കുക, അവരോട് സംസാരിക്കുക, ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ദേ ആർ ട്രീറ്റഡ് വെൽ. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു ബഡ്ജറ്റിൽ ഒരു സിനിമ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും എന്നാണ് ധരിക്കുന്നത്. ആൻഡ് വൺസ് യു ഡൂ ദാറ്റ്, ഇത് നമ്മൾ കറക്റ്റായിട്ടുള്ളൊരു മാർക്കറ്റ് ഗ്യാപ്പ് കണ്ടെത്തി, ആ ജോണറിലൊരു കഥ കണ്ടെത്തി, അതിന് വേണ്ട നല്ല ടെക്നീഷ്യൻസിനെ കണ്ടെത്തി, അത് ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായിട്ട് എന്നാൽ നന്നായിട്ട് ഷൂട്ട് ചെയ്ത് ഒരു സിനിമ ഉണ്ടാക്കി കഴിഞ്ഞാൽ ദെൻ ഐ തിങ്ക് യു ആർ എ സ്മാർട്ട് പ്രൊഡ്യൂസർ. ആൻഡ് ദ ബിഗ്ഗസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ്, ഇപ്പോൾ നമ്മൾ പറയുന്നു വളരെ വോളറ്റൈലായിട്ടുള്ള മാർക്കറ്റ് കണ്ടീഷനാണ്, എക്സെട്ര എക്സെട്ര. ഷുഡ് യു ബി പ്രൊഡ്യൂസിങ് എ ഫിലിം ഓർ നോട്ട്? ഐ വിൽ സേ യെസ്. എനിക്കങ്ങനെ പറയാൻ പറ്റുള്ളൂ. ലൈക്ക് ഇഫ് യു ഫീൽ ലൈക്ക് ദറ്റ്, നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇറ്റ് കനോട്ട് ബി ഡൺ യെസ്റ്റർഡേ, ഇറ്റ് ഇസ് നോട്ട് ടുമാറോ, ഇറ്റ് ഇസ് ടുഡേ. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഞാൻ കുറേ കുഴപ്പങ്ങൾ പറഞ്ഞെങ്കിലും ഇതിലുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഈസ് ദാറ്റ് ഇത് പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കിട്ടുന്നൊരു ഇൻഡസ്ട്രിയാണ്. ഇന്ന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, 6 മാസത്തിൽ ചിലപ്പോൾ നിങ്ങൾക്ക് വലിയൊരു തുക ലാഭം കിട്ടിയേക്കാം, ആ പൈസ മുഴുവൻ പോവുകയും ചെയ്തേക്കാം. ഇത് രണ്ടിനും പ്രിപ്പയർഡ് ആണെങ്കിൽ ഗോ ഹെഡ് ആൻഡ് പ്രൊഡ്യൂസ് യുവർ ഫിലിം. ഓൾ ദി ബെസ്റ്റ്.